أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا. قل إن أدري أقريب ما توعدون أم يجعل له ربي أمدا. عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ജിന്നിലെ അവസാനത്തെ 6 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلا بلاغا من الله ورسالاته ومن يعص الله ورسوله. إلا بلاغا من الله. അള്ളാഹുവിൽ നിന്നുള്ളത് എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ, വരിസാലാത്തിഹി അവൻ്റെ സന്ദേശങ്ങളും, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ലെന്നർത്ഥം. വമൻ യഅസില്ലാഹ വറസൂലഹു. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ ഫൈന ലഹു, തീർച്ചയായും അവനുണ്ട്, നാറ ജഹന്നമ, നരകത്തീ, ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും, അബദ, എന്നെന്നും. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ ഫൈന ലഹു നാറ ജഹന്നം, അവന് നരകത്തീയാണ് ഉണ്ടാവുക, ഖാലിദീന ഫീഹ അബദ, അവരെന്നെന്നും അതിൽ ശാശ്വതരായി വസിക്കുകയും ചെയ്യും. ഹത്താ ഇദാ റഔ, അവർ നേരിൽ കാണുന്നത് വരെ, അഥവാ നേരിൽ കാണുമ്പോൾ, മാ യുഅദൂന, അവർക്ക് എന്താണോ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്താണോ അതവർ കാണുന്ന സമയത്ത്, ഫസയഅലമൂന, അപ്പോൾ അവർക്കറിയും, മൻ, ആരാണ്, അദ്അഫു നാസിറൻ, ഏറ്റവും ബലഹീനരായ സഹായികളുള്ളത് എന്ന്, വഅഖല്ല അദദ, എണ്ണത്തിൽ വളരെ കുറവുള്ള സഹായികളും ആർക്കാണുള്ളത് എന്ന് അവർക്ക് മനസ്സിലാകും. ഫസയഅലമൂന, അപ്പോൾ അവർക്ക് മനസ്സിലാകും, മൻ അദ്അഫു നാസിറൻ വഅഖല്ല അദദ, ആർക്കാണ് വളരെ ചുരുങ്ങിയ, വളരെ ദുർബലരായ സഹായിയുള്ളതെന്നും, വഅഖല്ലു അദദ, എണ്ണത്തിൽ വളരെ കുറവ് സഹായികളുടെ കാര്യത്തിൽ ആർക്കാണ് എന്നും അപ്പോഴേ മനസ്സിലാവും. കൊൽ നബിയെ, താങ്കൾ പറയുക, ഇൻ അദ്രി, എനിക്കറിയില്ല, അഖരീബും മാ തുഅദൂന, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യം അടുത്തുള്ളതാണോ, അടുത്ത് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. കൊൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ കാര്യം അടുത്താണോ എന്ന് എനിക്കറിയില്ല. അം യജാലു റഹു റബ്ബി അമദ, അതല്ല എൻ്റെ റബ്ബ് അതിന് നീണ്ട ഒരു സമയം വെച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല.
ആലിമുൽ ഗൈബ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണവൻ. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അവൻ്റെ രഹസ്യങ്ങൾ അവൻ ആർക്കും പുറത്താക്കുകയില്ല, വെളിവാക്കുകയില്ല. അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. അവൻ്റെ അദൃശ്യങ്ങൾ, അവൻ്റെ രഹസ്യങ്ങൾ അവൻ ആർക്കും പുറത്ത് പറയുകയില്ല. ഇല്ല മനിർത്തല്ല, അവൻ തൃപ്തിപ്പെട്ടവരൊഴിച്ച്, മിർ റസൂലിഹി, അവൻ്റെ ദൂതന്മാരിൽപ്പെട്ട, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ടവർക്കൊരു പക്ഷേ അവനിത് വെളിവാക്കി കൊടുത്തു എന്ന് വരാം. ഫൈന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ, അവരുടെ മുന്നിലും പിന്നിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പാറാവുകാരെ അയക്കുന്നുണ്ട്. ഫൈന്നഹു യസ്ലുകു, അവന് അയക്കുന്നുണ്ട്, മിൻ ബൈനി യദൈഹി, അവരുടെ മുന്നിലും, വമിൻ ഖൽഫിഹി, അവരുടെ പിൻഭാഗത്തും, റസദ, പാറാവുകാരെ. എന്തിന്? ലി അലമ, അറിയാൻ വേണ്ടിയിട്ടാണ്. അൻഖദ് അബ്ലഗൂ റിസാലാത്തി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൻ്റെ സന്ദേശം പൂർണ്ണമായിട്ടും എത്തിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ലി അലമ അൻഖദ് അബ്ലഗൂ റിസാലാത്തി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ റിസാലത്തുകൾ, സന്ദേശങ്ങൾ അത് പൂർണ്ണമായി എത്തിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വഅഹാത്ത, അവർ വലയം ചെയ്യുന്നു, ബിമാലദൈഹിം, അവർക്കും അവരുടെ അടുക്കലുള്ളതിന്. വഅഹ്സ, അവർ എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്നു, കുല്ലശൈൻ, എല്ലാ സംഗതികളും, അദദ, എണ്ണിക്കൊണ്ട്. വഅഹ്സ, അവൻ കണക്കാക്കുന്നു, കുല്ലശൈൻ അദദ, എല്ലാ കാര്യങ്ങളും എണ്ണിക്കൊണ്ട്, അഥവാ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, ഖുൽ ലൻ യുജീറനി മിനല്ലാഹി അഹദൻ വലനജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിൽ നിന്ന് ആരും എന്നെ രക്ഷിക്കില്ല എന്നും അവനല്ലാതെ ഒരഭയസ്ഥാനം ഞാൻ കാണുന്നില്ല എന്നും നബിയെ താങ്കൾ പറഞ്ഞേക്കുക എന്നായിരുന്നു അവിടെ സൂചിപ്പിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാ ബലാഗ മിനല്ലാഹി വ റിസാലാത്തിഹി, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് പ്രവാചകന്മാർക്കുള്ളത്. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെയും സഹായത്തോടെയും കൂടി അത് നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. അത് മാത്രമേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ശാസനകൾക്ക് നേരെ മനുഷ്യന് അനുവർത്തിക്കുന്ന എല്ലാ ധിക്കാര നടപടികളും അത് ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അവരെ അർഹരാക്കും. നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കാതിരിക്കുന്നത് പോലും അതിലുൾപ്പെടുമെന്നാണ് ചിലർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഹത്താ ഇദാ റഅൂ മാ യുഅദൂൻ, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ അതെപ്പോഴാണോ അവർക്ക് ബോധ്യപ്പെടുന്നത് ആ സമയം ഫസയഅലമൂന, അപ്പോഴവർ അറിയും ആർക്കാണ് സഹായികൾ കുറഞ്ഞതെന്നും സഹായികളുടെ എണ്ണത്തിൽ കുറവെന്നും ആ ഉള്ള സഹായികൾ തന്നെ ദുർബലരായത് ആരാണെന്നുള്ളതും അവർക്ക് അന്നേരം അറിയാം. ബദറിനെ പറ്റി പറഞ്ഞതാണെന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ, അവർ ഞങ്ങളോട് കളിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബോധ്യം വന്നിട്ടുണ്ട്. ഇത്ര മതി. 1000ഓളം വരുന്ന ശത്രു സൈന്യത്തിന് 313 വിശ്വാസികൾ മതി. അത്രയും ചെറിയ എണ്ണം, ആ എണ്ണം എണ്ണി നോക്കുമ്പോൾ എണ്ണത്തിൽ കുറവാണെങ്കിലും പക്ഷെ കരുത്ത് ആർക്കാണ് എന്നും ആ കുറഞ്ഞ എണ്ണം ആർക്കാണ് യഥാർത്ഥത്തിൽ പ്രയാസമായി തീരുന്നതെന്നുമൊക്കെ ശത്രുക്കൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അതേപോലെ തന്നെ ലോകാവസാനത്തെ സംബന്ധിച്ച് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവിക വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും.
പ്രത്യേകമായിട്ടും നദർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആൾ ഒരുപാട് തിടുക്കം കാണിച്ച മനുഷ്യനാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറക്ക്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ റസൂലിനോട് പറയാൻ പറഞ്ഞത് അത് എനിക്കറിയില്ല, ഇപ്പോൾ ഉടനെ ഇത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല, അതല്ല കുറച്ചുകൂടി കാലത്തേക്ക് നീട്ടിയിരിച്ച ശേഷമാണോ ലോകാവസാനമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആലിബുൽ ഗൈബാണ്, അദൃശ്യങ്ങൾ അറിയുന്ന, രഹസ്യങ്ങൾ അറിയുന്നവനാണ് അവൻ. മാത്രമല്ല വലാ യുദ്ഹിറു അല ഗൈബിഹി അഹദ, അവൻ്റെ രഹസ്യങ്ങൾ അത് പബ്ലിക്കാക്കൂല, എല്ലാവർക്കും കിട്ടുന്ന പോലത്തിലേക്കാക്കൂല. അഥവാ കൊടുക്കുകയാണെങ്കിൽ ഇല്ലാ മൻ ഇർത്തദാ മിർ റസൂൽ, അവരെ ദൂതന്മാരിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ ഇത് അറിയിച്ചു കൊടുക്കാം. പ്രവാചകന്മാർക്ക് ഖുർആൻ അല്ലാതെ മറ്റും ചില കാര്യങ്ങളും കൂടി അദൃശ്യമായി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അള്ളാഹു മറ്റുള്ളവർക്ക് രഹസ്യമാക്കി വെക്കുന്നതും ചിലപ്പോൾ പ്രവാചകന്മാർക്ക് കൊടുക്കും. ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഫൈനഹു യസ്ലുക്കു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ മുന്നിലും പിന്നിലും പാറാവുകാരെ നിർത്തിയിട്ടുണ്ട്. അഥവാ ദൈവിക രഹസ്യങ്ങൾ അള്ളാഹു അവൻ്റെ ദൂതന്മാർക്ക് മാത്രമേ വെളിപ്പെടുത്തി കൊടുക്കൂ. പക്ഷേ ആ ആൾക്കാർ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അള്ളാഹു അവരെ എല്ലാ ഭാഗത്തും അവൻ്റെ മുന്നിലും പിന്നിലും അള്ളാഹു പാറാവുകാരെ നിർത്തിയിട്ടുണ്ട്. ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത എൻ്റെ ഇഷ്ടപ്പെട്ട ദൂതന്മാർക്ക് അവരുടെ പിന്നാലെ അവരെ സദാ നിരീക്ഷിച്ചുകൊണ്ടും പൈശാചികമായ ദുർബോധനങ്ങളിൽ ഇടകലരാതിരിക്കാൻ അവരെ വിലക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ പാറാവുകാർ അപ്പുറവും ഇപ്പുറവും പ്രവാചകൻ്റെ രണ്ട് ഭാഗത്തും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്തിനാണത്? ലിയാലമ അങ്കത് അബലഹൂരി സലാത്തി റബ്ബിഹിം, അവരെ ദൗത്യം അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായ രൂപത്തിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുണ്ട്. മാത്രമല്ല അവരെ വാഹാത്ത വിമാലതയും, അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കും. വാഹ്സ്വാ കൊല്ല ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും എണ്ണിക്കണക്കാക്കുകയും ചെയ്യും. ഈ പാറാവുകാരുടെ സഹായം ഇല്ലാതെ യാതൊന്നും അള്ളാഹുവിനെ അറിയില്ല എന്നുള്ള നിലക്കല്ലാതെ നിങ്ങളിൽ ഈ പാറാവുകാരുടെ ഒരു പ്രവർത്തനം ഉണ്ട് എന്ന് മാത്രം. അത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു നിർത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ വളരെ ചെറിയ വിശദാംശങ്ങൾ പോലും അള്ളാഹുവിനെ അറിയാം എന്നർത്ഥം. സമഗ്രമായ ദൈവിക ജ്ഞാനത്തിന് ആ അള്ളാഹുവിൻ്റെ ജ്ഞാനം അപാരമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പ്രയോഗിച്ചത്. ഇതോടെ ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ ജിന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഇത് മുഴുവൻ ഭാഗവും നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആൻ ആണ് സ്കിപ്പ് ചെയ്ത് പോയിട്ട് കുറേ വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒഴിവാക്കുന്നതിന് പകരമായി വിശുദ്ധ ഖുർആൻ കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാർ തീർത്തും ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സദാ നിരീക്ഷിക്കുന്നു. ആ റബ്ബിൻ്റെ ഔദാര്യം സദാ നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. നമ്മളിത് സംഭവിച്ച ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.